നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഈസി കുക്കിലേക്ക് ഹാർദവമായ സ്വാഗതം. എൻ്റെ പേര് റസ്മി. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഡിഷിൻ്റെ പേരാണ് വെജിറ്റബിൾ കുറുമ. ഈ ഡിഷിനുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് പരിചയപ്പെടാം. ഇത് വെജിറ്റബിൾ മിക്സ്, എല്ലാ പൗഡറും ഇട്ടിട്ടുണ്ട്, പിന്നെ കുറച്ച് വെജിറ്റബിൾസും ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് വാട്ടറാണ്. അതിൽ നമ്മൾ തേങ്ങയുടെ വെള്ളം കുറച്ചേ ചേർത്തിട്ടുള്ളൂ. തേങ്ങയുടെ വെള്ളമാണ്. ഇത് തൈര് അല്ല, ഇത് തൈരും ഉണ്ട്, തൈരുമായിട്ട് ഉപയോഗിക്കാം. പക്ഷേ ഇത് മധുരം ചേർത്താൽ നമുക്ക് മിൽക്ക് മെയ്ഡായിട്ടും എടുക്കാം. ഇത് നമ്മൾ കുറച്ച് തേങ്ങ എടുത്തിട്ടുള്ളൂ, നമുക്ക് കുറച്ച് മതി. ഈ ഡിഷിന് കുറച്ച് തേങ്ങ മതി. ഇത് നമ്മുടെ ഡിഷിന് വേണ്ടി ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ അരി ഒന്ന് വറുത്ത് വെച്ചേക്കുന്നതാണ്. നമ്മൾ ഇപ്പോൾ ബൗള് എടുത്ത് വെച്ചിട്ടിരിക്കുകയാണ്. കഴുകി നല്ല വൃത്തിയായിട്ട് എടുത്ത് വയ്ക്കുക. നമ്മളിതിൽ ഓയിൽ ഒന്നും യൂസ് ചെയ്യുന്നില്ല, അതുകൊണ്ട് കൊളസ്ട്രോളിന് ഇത് നല്ലതായി. നമുക്ക് ഗ്യാസ് പറ്റിക്കാം. നമ്മൾ ഈ ബൗള് ചൂടാവുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമ്മുടെ ബൗൾ ഇവിടെ ചൂടായിരിക്കുകയാണ്. ശകലം വെള്ളം ചേർക്കാം, കുറച്ച് മതി. ഒരു 2 ടീസ്പൂണൊക്കെ ആവശ്യം വരും. കാരണം ഇതിലെല്ലാത്തിലും വാട്ടർ ഉള്ളതാണ്. നമുക്ക് എന്തായാലും ഒരു 3.5 സ്പൂൺ ഇടാം. നമുക്ക് ഈ വെള്ളം വെള്ളം ചൂടായിരിക്കുകയാണ്. നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തൈര് ആഡ് ചെയ്യാം. നല്ല കട്ട തൈരാണ് നമ്മൾ എടുക്കാനുള്ളത്. ആ മുഴുവനും നമുക്ക് ചേർക്കാം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇത് ഇട്ടിട്ടുണ്ട്. നെല്ല് മൊത്തം തട്ടട്ടി നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കാം. ശകലം കോൺഫ്ലവറിന്റെ കട്ട ഇടാം. നമുക്ക് ഇനി ഇതിലേക്ക് നമ്മുടെ വെജിറ്റബിൾ മിക്സ് ആഡ് ചെയ്യാം. അത് നമുക്ക് ഫുൾ ആഡ് ചെയ്യാം. കാരണം അതിന് കളറും രുചിയും കിട്ടണമെങ്കിൽ ഇത് തോനെ വേണം. കഴിഞ്ഞു. നമുക്ക് നല്ലോണം അതും എല്ലാം കൂടെ ഇട്ടൊന്ന് ഇളക്കാം. നമുക്ക് ഇനി ഇതിലേക്ക് ശകലം തേങ്ങ ഇടണം. നമ്മൾ കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്, ഇതിലേക്ക് ആഡ് ചെയ്യണം. നമ്മുടെ ഇത് ഒന്ന് മിക്സ് ആയിട്ട് വരുന്നുണ്ട്. ഇനി ഇത് അടച്ചു വെച്ചൊന്ന് ചൂടാക്കാം. ഇത് ചൂടായി കഴിഞ്ഞ് നമുക്കിനി അടപ്പ് മാറ്റാം. നമുക്ക് ഈ മണം അടിക്കുമ്പോൾ തന്നെ നമ്മുടെ നാവിൽ കപ്പൽ ഓടുന്ന പോലെയാണ് നമുക്ക് തോന്നുന്നത്. ഇനി ഇത് നമുക്ക് ഒരു സർവിങ് ഡിഷിലേക്ക് മാറ്റാം. നല്ല ചൂടുണ്ട്. നമുക്ക് ചൂണി വെച്ച് അടിഭാഗം പിടിച്ചിട്ട് ഇത് സർവിങ് ഡിഷിലേക്ക് മാറ്റാം. അതിലേക്ക് ഇട്ട് കഴിയാറായി. ഇനി കുറച്ചുകൂടെ ഉള്ളൂ. നമ്മുടെ
നന്ദി, നമസ്കാരം.